യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സമർപ്പിതരായ വ്യക്തികളുടെ ഇടയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ചിന്തിക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു. ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത്യപൂർവമായിട്ടാണെങ്കിലും ചിലപ്പോഴൊക്കെ സമർപ്പിതരുടെ ഇടയിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളും നമ്മൾ കേൾക്കാനിട വന്നിട്ടുണ്ട്. എല്ലാവർക്കും, സമൂഹത്തിന് പൊതുവെ വേദനയുളവാക്കുന്ന ചിന്തകളാണതെങ്കിലും അതിലേക്കുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് നിർത്തേണ്ടി വന്നത്. ഈ എപ്പിസോഡിൽ ആ കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ്. അതിനുവേണ്ടി നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ സമർപ്പിതരുടെ ഇടയിൽ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ടാകുന്ന ഈ ആത്മഹത്യയുടെ കാരണങ്ങളിലേക്ക് നമ്മൾ വെളിച്ചം വീശുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നമുക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല. ഈ എപ്പിസോഡിൽ അച്ഛനൊന്ന് കൂടുതൽ വിവരിക്കാമോ? കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഈ ചർച്ചയ്ക്കൊന്ന് തുടക്കമിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ ആരംഭിച്ചില്ല. എങ്കിലും സാധാരണഗതിയിൽ വിശ്വാസികൾക്കും അതുപോലെ തന്നെ അക്രൈസ്തവരായിട്ടുള്ള വ്യക്തികൾക്കുമൊക്കെ ദുഃഖവും പ്രയാസവും ചിലപ്പോഴെങ്കിലും ഷോക്ക്, ഞെട്ടലും ഉളവാക്കുന്ന സംഭവങ്ങളാണ് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഈ കാര്യം. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം? പലപ്പോഴും നമ്മളതിൻ്റെ കാരണത്തിലേക്ക് വരുന്നില്ല. ഈ ഒരു ആക്ട്, ഇങ്ങനെയുള്ളൊരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികൾ ഒരു കാരണക്കാരനാണ്, സമൂഹം കാരണക്കാരാണ് എന്നൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം. യഥാർത്ഥ കാരണത്തിലേക്ക് നമ്മൾ ആരും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനാണ് ഈ മിക്കവാറും എല്ലാ ആത്മഹത്യയുടെയും പിന്നിലുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷന് കാരണം എന്താ വെച്ചാൽ അത് രണ്ട് തരത്തിലുണ്ടാകാം. രണ്ട് ഘടകങ്ങൾ, എൻഡോജനസും പിന്നെ എക്സോജനസും എന്ന് അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചതെന്നുള്ളതാണ്. എൻഡോജനസ് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ആന്തരികമായിട്ടുള്ള ഘടകങ്ങളാണ്. ആ വ്യക്തിയിലുള്ളത്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയിലുള്ളത്. അത് ജനറ്റിക് ഫാക്ടേഴ്സ്, ജനതികമായിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ്, ഇൻറ്റേർണലാണ്. മറ്റത് എക്സോജനസ് ആണ്, ഔട്ട്സൈഡ് എക്സ്റ്റേണലായിട്ടുള്ള ഘടകങ്ങളാണ് ഒരാളെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നതും ആ ഡിപ്രഷൻ ആത്മഹത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. എക്സോജനസ് എന്ന് പറയുന്ന ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഉദാഹരണമായിട്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, തൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, ജീവിത പങ്കാളി ഒരു അപകടത്തിൽ മരിക്കുന്നു. ഒരൊറ്റ മകൻ അപകടത്തിൽ മരിക്കുന്നു എന്നുള്ളതാണ്. അത് താങ്ങാനാകാത്ത ഒരു കാരണം, ഒരു വലിയ ദുഃഖമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസത്തിൽ ആത്മഹത്യയിലേക്ക്, ഒരു ഡിപ്രഷനിലേക്ക് വരുന്നു, ആത്മഹത്യയിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്ന, ഏറ്റവും അടുത്തൊരു കാരണം എന്ന് പറയുന്നത് താങ്ങാനാകാത്ത വിധത്തിലുള്ള ഒരു ദുഃഖം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം, ദുഃഖം ഉണ്ടാകുന്നു.
അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡിപ്രഷനും പിന്നെ ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുള്ള എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഇത്. അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു അപമാനം നേരിടുകയാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ, ഒരടിസ്ഥാനമില്ലാത്ത ആരോപണമായിരിക്കും. അപ്പോൾ അത് താങ്ങാനായിട്ട് എങ്ങനെ ഇനി മനുഷ്യരുടെ മുമ്പിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയൊക്കെ നന്നായിട്ടൊക്കെ ജീവിച്ചാണ്, സാറ് പറഞ്ഞ പോലെ അടിസ്ഥാനമില്ലാത്ത ആരോപണം. ഞാൻ ഈ 45 വയസ്സ് അല്ലെ 50-60 വയസ്സ് വരെ എൻ്റെ ജോലിയിൽ നിന്ന് പിരിയുന്നത് വരെ, അതിന് തൊട്ട് മുമ്പ് വരെ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചാണ്. ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ. എനിക്കൊരു നല്ല പേരുണ്ടായിരുന്നു. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ ഓർത്ത് അഭിമാനിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വരികയാണ്. അത് താങ്ങാനായിട്ട് പറ്റാതെ വരുന്ന ഒരു സാഹചര്യം. കാരണം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒരു വ്യത്യാസപ്പെടുകയാണല്ലോ. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണലായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കാരണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ബിസിനസ്സിന് തകർച്ചയാകാം, മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഡിപ്രഷനിലേക്ക് വരുന്നു. മുന്നോട്ട് പോകാനായിട്ട് പിന്നെ സാധിക്കുകയില്ല, ആൾക്കാരുടെ മുമ്പ് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് അവസാനം ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ഇതാണ്. അതാണ് എക്സ്റ്റേണലായിട്ട്. അതാണ് നമ്മൾ പലപ്പോഴും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ പരീക്ഷയിൽ തോറ്റുപോയി. അപ്പോൾ അങ്ങനെ ചില കുട്ടികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുന്നില്ല, പരീക്ഷയിലൊക്കെ തോക്കുന്നു. അപ്പോൾ അതിൻ്റെ സങ്കടം സഹിക്കാതെയൊക്കെ പോകുന്ന ഒരു ഇതിലാണ്. അതിന് എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സ്. അല്ല, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിത് ഈ സമർപ്പിതരെക്കുറിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം ഇതാണ്. ഒരുപക്ഷെ ഈ സമർപ്പിതരായിരിക്കുന്ന സമൂഹത്തിൽ അവരുടെ സഭയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ടതായ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആയിക്കൂടെ? ഞാൻ നമ്മൾ കുറച്ചുകൂടി അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ പറയുന്ന എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സാറ് നമ്മൾ ചർച്ച ചെയ്യുക. സാറൊന്ന് ഓർപ്പിക്കുകയും ചെയ്യണം ഞാനത് വിട്ടുപോവുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അത് സമർപ്പിതരുടെ ആയിക്കൊള്ളട്ടെ, സാധാരണക്കാരായിക്കൊള്ളട്ടെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാണും ചിലപ്പോൾ. സമർപ്പിതരുടെ ഇടയിൽ ആ രീതിയിൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു ജോലി പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയില്ല, ഇങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സാധാരണഗതിയിൽ വളരെ കുറവായിരിക്കും ഉള്ളതാണ്. കാരണം അവർ കുറച്ചുകൂടെയൊക്കെ ഇതിന് ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കുറച്ചുകൂടി ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനേക്കാൾ എളുപ്പമാണ് ഇൻറ്റേർണലായിട്ടുള്ള. ഇനി ഇൻറ്റേർണൽ ഫാക്ടേഴ്സിലേക്ക് വരാം. അതാണ് കാരണം മിക്കവാറും ഈ ഡിപ്രഷൻ പലതും എക്സ്റ്റേണലേക്കാളും കൂടുതലായിട്ട് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ വരുന്നത് എന്നുള്ള കാര്യം. അതായത് ഒരു മനുഷ്യൻ്റെ അത് ജനതികമായിട്ടുള്ള അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണം. ഉദാഹരണമായിട്ട് ബ്രെയിനുമായിട്ടതും പലപ്പോഴും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ, എല്ലാ മനുഷ്യരുടെയും ബ്രെയിനിൽ കെമിക്കലായിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം അതിൽ കെമിക്കൽ ആക്ഷനിലുള്ള ഇംബാലൻസാണ് ഈ ഡിപ്രഷന് കാരണമായിട്ടെന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ആക്ഷനിലുള്ള ഇംബാലൻസ്, അതൊരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ മൂഡ്സ് ഈ കെമിക്കൽ ആക്ഷനാണ് വഴിയായിട്ടാണ്. ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നു ഇങ്ങനെ ഒരു കാര്യമാണ്. അതായത് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആണ് ഈ കെമിക്കൽ ആക്ഷൻ വഴിയായിട്ടാണ്. അത് വാസ്തവത്തിൽ അത് നമ്മുടെ ബ്രെയിനിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വലിയ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കോടിക്കണക്കിന് സെല്ലുകളുണ്ട് ബ്രെയിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനാണ്, ഈ സെല്ലുകളാണ് നമ്മുടെ മൂഡ്സിനെ, ഈ പറയുന്ന ഈ കെമിക്കൽസ് ആക്ഷനാണ് നമ്മുടെ മൂഡ്സിനെ മാറ്റുകയൊക്കെ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച്. സന്തോഷത്തിൻ്റെ മൂഡ്, ദുഃഖത്തിൻ്റെ മൂഡ്, അൻസൈറ്റി, ഉത്കണ്ഠ. അപ്പോൾ എല്ലാ മനുഷ്യർക്കൊക്കെ ഒരു ഉത്കണ്ഠയുണ്ടാകും. പക്ഷെ അതൊരു സന്തുലിതാവസ്ഥയിലാണ് നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എന്താ സംഭവിക്കുന്നുള്ളൊരു ഉത്കണ്ഠയുണ്ടാകും.
അപ്പോൾ ഈ ഉത്കണ്ഠ അങ്ങനെ തുടർന്നൊക്കെ വരുമ്പോഴത്തേക്കും തുടർന്ന് ഈ ഉത്കണ്ഠ ജീവിതത്തിൽ എപ്പോഴും തന്നെ ദിവസത്തിൽ പല പ്രാവശ്യം ഇതേക്കുറിച്ചുള്ള ഉത്കണ്ഠയായിട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ആ കെമിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സസ് ആകും, അല്ലെങ്കിൽ അത് കുറയും. അങ്ങനെയാണ് ഇംബാലൻസ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച്. ബാലൻസ് അതല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല. അപ്പം കെമിക്കൽ ആക്ഷനിലുള്ള ഇംബാലൻസ് ഈ ബ്രെയിനിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഡിപ്രഷനിലേക്ക് വരികയാണ്, ലോ മൂഡിലേക്ക് കൊണ്ടുവരും ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മറ്റേത് ബാഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒരു താങ്ങാനാകാത്ത വിധത്തിലുള്ളൊരു ദുഃഖത്തിൻ്റെ ഒരു സംഭവം നടന്നു, അത് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കാരണമാണത്, ഒരു ബാഹ്യമായിട്ടുള്ള കാരണമാണ്. ഇതിന് കാരണമില്ല, ബാഹ്യമായിട്ടുള്ള കാരണമൊന്നുമില്ല, ഇൻബിൽറ്റാണ്. അതാണ് ജനതീകം എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇതിന് ബാഹ്യമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മൂഡ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കെമിക്കൽ ഇംബാലൻസ് ആയിട്ട് വരികയാണ്. ആ ഇംബാലൻസാണ് ഇതിലേക്ക് വരുന്നത്. ഈ മൂഡ് ചിലപ്പോൾ അത് 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ ഒക്കെ നീണ്ടു നിൽക്കാം എന്നുള്ളതാണ് ഈ ഒരു ഇതാണ്. അപ്പോൾ ഇതിന് ആളുകൾ ചിലപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഉത്കണ്ഠയായിരിക്കും ചിലപ്പോൾ വരുന്നത്. പിന്നെ അവർക്ക് എന്നെ വർത്ത്ലെസ്നെസ്സാണ് തോന്നുക, സ്വന്തം കാര്യത്തിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതം കൊണ്ടൊന്നും നേട്ടം ഉണ്ടായിട്ടില്ല, എനിക്കും ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. മാത്രമല്ല എന്നെക്കൊണ്ട് ഭാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയായിട്ടുള്ള കാര്യത്തെക്കുറിച്ച്. വർത്ത്ലെസ്നെസ്സാണ്, ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല, ഉറക്കമില്ല. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുക അതിനെന്നാ കുഴപ്പമിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ. ഭക്ഷണം കഴിക്കാൻ തോന്നിയല്ല, കാരണം ഈ മനസ്സിൻ്റെ ഈ ബ്രെയിനിൻ്റെ ആയിട്ടുള്ള ഒരു ഇതാണ്. അത് നമ്മൾ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് ഒരാളുടെയും കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, ബ്രെയിനിൻ്റെ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തോന്നുന്നില്ല, ജോലി ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഒരു തമാശ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റുന്നില്ല, നമ്മളൊരു ജോലിയെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അയാളുടെ കുഴപ്പമില്ല. അത് ചിലപ്പം ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ജനറ്റിക്കായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൈമാറ്റം ചെയ്യപ്പെടാം. എല്ലാം എപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പൊതുവായിട്ട് ഇത് സംഭവിക്കാം എന്നുള്ളതാണ്. സാധ്യത കൂടുതലാണ്, ഉണ്ടെന്ന് മാത്രമല്ല സാധ്യത കൂടുതലുമാണ് ഉള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇത് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുപ്പം മുതൽ തുടങ്ങണമെന്നില്ല, ബാല്യത്തിൽ ഉണ്ടാകണമെന്നില്ല, ഒരു ഏജ് കഴിഞ്ഞിട്ടായിരിക്കാം. ഈ കെമിക്കൽ ആക്ഷൻസ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകളുടെ. അപ്പം ചില ഘട്ടം വരുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പോൾ ഇതിലെ ഇംബാലൻസ് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുവരെയും ഡോർമെൻ്റ് സ്റ്റേജിലായിരിക്കും അപ്പം വേറൊരു സ്റ്റേജിലേക്ക് വരുമ്പോഴായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആ വ്യക്തി അത് സാധാരണ ജീവിതം നയിക്കുന്ന ആളായിരിക്കാം, അറിയപ്പെടുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഒരു പ്രസിഡൻ്റ് ആയിരിക്കും, രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കാം, പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന അംഗീകാരമുള്ള ഒരു ആത്മീയ ആചാര്യനായിരിക്കാം. അപ്പോൾ ഇതാരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. ബിയോണ്ട് അവർ കൺട്രോൾ ആരുടെയും കൺട്രോളിലല്ല, വ്യക്തിക്ക് ഒട്ടും കൺട്രോളല്ല ഒരു കാര്യത്തെക്കുറിച്ച്. വ്യക്തി അവെയറായിരിക്കും, ഇതേക്കുറിച്ചൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ. പക്ഷേ വ്യക്തി ഹെൽപ്ലെസ് ആണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്നാ പേടിക്കാനിരിക്കുന്നത്, നിനക്കെല്ലാം ഇല്ലേ, നിൻ്റെ മക്കളെല്ലാം നല്ല നിലയിൽ എത്തിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അങ്ങനെ അത് നമ്മൾ എക്സോജനസിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ നീളും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ അറിയുമ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ അതായത് ലോകത്തിൻ്റേതായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങൾ നമ്മളതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. വാസ്തവത്തിൽ ഈ സന്യാസത്തിലും മനുഷ്യരുടെ ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ആളുകളെ കാര്യം അറിയാതെ ചിലപ്പോൾ
വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അവൻ്റെ വാക്കും അവൻ്റെ പ്രവൃത്തിയും ശരിയല്ല എന്നുള്ളത് നമ്മൾ വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. ബോധമില്ലാതെ പെരുമാറുന്നത് എന്താണെന്നൊക്കെ ചിലപ്പം നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവ് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങൾ കുറച്ചുകൂടെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ആരും ഒരു എക്സെപ്ഷൻ അല്ല. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവിക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയുകയാണ്. സ്വയം അറിയുകയോ മറ്റാളുകൾ കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർ അറിയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപദേശിക്കാതെ ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ്. ഇത് മാറുന്നത് മെഡിക്കേഷൻ മാറുന്നതല്ല, ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മെഡിക്കേഷൻ, ചികിത്സ, മരുന്ന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തെറാപ്പി ആണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ അത് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബ്രെയിന് ആയിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുത്തുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്ന മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ബ്രെയിനിലെ കെമിക്കൽ ഇംബാലൻസ് ആണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഈ കെമിക്കൽ ഇംബാലൻസ് ഉള്ളത് അത് കുറച്ചുകൂടെ ബാലൻസ് ചെയ്യത്തക്ക വിധത്തിൽ, അതുകൊണ്ട് ആ ഡിപ്രഷൻ്റെ ഇതിൻ്റെ അത് ബാലൻസ് ചെയ്യത്തക്ക വിധത്തിലുള്ള മരുന്നാണ് കൊടുക്കുന്നത്. ഇതാണ് ബ്രെയിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ആ മരുന്ന്, അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഈ മരുന്ന് കഴിക്കുന്നവരൊക്കെ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം, നിർത്തരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്, ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു ഇത് ഈ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഈ ചിന്ത വരുന്നു, ഒരു റെസ്റ്റ്ലെസ്, എന്താണ്, നമുക്ക് ഒരു സന്തോഷമില്ല ജീവിതത്തിൽ, എപ്പോഴും നിരാശയാണ് ഒരു കാര്യത്തിലും. അപ്പോൾ ഞാൻ സമൂഹത്തിന് എൻ്റെ കുടുംബത്തിന് ഒക്കെ ഭാരമാണെന്നൊക്കെ തോന്നുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അവസാനത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് എപ്പോഴും ഇതാണ് 24 മണിക്കൂറും ഈ ചിന്തയാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലർ അവസാനമായിട്ടെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്ന ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യം, അപ്പോൾ ഈ ആൾ അതിൻ്റെ കൾപ്പബിളാണോ എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം അത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഇതല്ല, ഇതല്ലാതെ എന്തോ ബോധപൂർവമുള്ള പ്രവൃത്തി അല്ല. അതിപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ്നെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇതല്ലാതെ ഒരു മാർഗമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ വരികയാണ്. ആ ഒരു അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പ്രയാസം അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്ന, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ബോധമുണ്ടല്ലോ എന്നുള്ളതാണ്. അവർക്കും വാസ്തവത്തിൽ ഇൻറ്റേർണലായിട്ടുള്ള ചില ഘടകങ്ങളും ഒക്കെ അവർക്ക് ഇത് ഉണ്ട് കുറച്ച്. മറ്റേതുപോലെ എൻഡോജനസ് ഉള്ളതുപോലെ തന്നെയുള്ള ഇംബാലൻസ് ഇവർക്കില്ല. ഇത് കുറച്ചുകൂടെയൊക്കെ ഒരു, അതായത് മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ല വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടി എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഈ കൗൺസിലിംഗ് വഴിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഇത് എന്താണ് നമ്മുടെ ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങളൊക്കെ അതിന് ഡിപ്രഷനിലേക്കൊക്കെ വരുന്ന അങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് കൗൺസിലിംഗ് ഒക്കെ വഴിയായിട്ടൊക്കെ കുറേ നിർത്താനായിട്ട് സാധിക്കും. മറ്റേത് ഈ മരുന്ന് തന്നെ വേണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മരുന്ന് കൊണ്ട് മാത്രമല്ല ഒരു കാര്യം ചെല്ല, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം വലിയ ഭാരമുള്ള ജോലിയൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുക. സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം, ഒരു സ്നേഹം, കരുതൽ, അത് കുടുംബത്തിലാണെങ്കിൽ ശരി, ഇപ്പോൾ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം, വൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരാളാണെന്ന് നമുക്ക് ഏകദേശം അറിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ആളോടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന, കരുതൽ, സ്നേഹം കൊടുക്കണം. അയാളെ ഒരിക്കലും ഒരു സ്ട്രെസ് മൂഡിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഭാരിച്ച ജോലി കൊടുക്കരുത് ഒരു കാര്യം. കാരണം ഒന്നാമത് തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അയാൾക്ക് പറ്റാവുന്നതിലധികമായിട്ടുള്ളൊരു ജോലി നമ്മൾ കൊടുക്കരുത്.
അല്പം ലൈറ്റായിട്ടുള്ള ജോലി കൊടുക്കുക. പിന്നെ സമൂഹത്തിൽ പ്രത്യേകിച്ച് അയാളുടെ ഒരു കരുണയും കരുതലും ഒക്കെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ കാണിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് വ്യക്തിയാണെങ്കിൽ തന്നെ ബോധപൂർവം കുറച്ചുകൂടെയൊക്കെ ഒരു ലൈറ്റ്. പിന്നെ നല്ല ഹോബികൾ ഉണ്ടാകത്തക്ക വിധത്തിൽ, ഞാൻ പറഞ്ഞല്ലോ അധികം പണികൾ ഭാരിച്ച ജോലികളൊന്നുമില്ല, ചെറിയ ഹോബികളൊക്കെ ഉണ്ടാക്കാം. ഒന്നുകിൽ മുയലിനെ വളർത്താനായിട്ടോ പക്ഷികളെ, അപ്പോൾ അതിന് തീറ്റ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്കൊക്കെ വ്യാപരിക്കുക, അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, അത് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട്, പ്രത്യേകിച്ച് സമർപ്പിതരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈദികരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈദിക സമൂഹത്തിൻ്റെ സമർപ്പിത സമൂഹത്തിൻ്റെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഉള്ളത് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നെന്ന് പറയുന്നൊരു കാര്യം എന്നുള്ളതാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, സന്യാസ അല്ലെങ്കിൽ സമർപ്പിതരുടെ ഇടയിൽ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഉണ്ടാകുന്ന ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇത്രയും സമയം പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ കൂടെ അവിടെ കാണിക്കണമേ. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.